ബിഗ് ബോസ് മലയാളം സീസൺ 7 2 ദിവസം കഴിഞ്ഞാൽ ഫൈനലായി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും കപ്പടിക്കുന്നത്. ആര് കപ്പടിച്ചാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇന്നലെ അവിടെ എന്തൊക്കെയാണ് നടന്നത്. ശരിക്കും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പുലിവാൽ കല്യാണം സിനിമയാണ്. മോതിരയിടുന്നു, മോതിര ഊരുന്നു, മോതിരയിടുന്നു, മോതിര ഊരുന്നു, മോതിരയിടുന്നു, മോതിര ഊരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു എപ്പിസോഡായിട്ടാണ് തോന്നിയത്. കാരണം ഈ പട്ടായ ഗേൾസ് ഉണ്ടല്ലോ, 4 പേര്, ഈ 4 പേരുടെയും സൗഹൃദം പാച്ചപ്പ് ആവുന്നു, വേർപിരിയുന്നു, പാച്ചപ്പ് ആവുന്നു, വേർപിരിയുന്നു, ഈ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ എന്ന് പറയുന്നത്, തലേദിവസം രാത്രിയിൽ ഷാനവാസ് മുൻകൈ എടുത്തുകൊണ്ട് ആദില, നൂറ, അനുമോൾ ഇവരുടെ പിണക്കം മാറ്റി വളരെ സന്തോഷപരമായിട്ട് പോയ ഒരു എപ്പിസോഡായിരുന്നു മെനിഞ്ഞാന്ന് കണ്ടത്. പക്ഷേ ഇന്നലെ രാവിലെ ആയപ്പോഴേക്കും ഇവർക്ക് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീണ്ടും ആദില അനുമോൾക്കെതിരെ സംസാരിച്ചു. ഒരാളോട് നിങ്ങൾക്ക് സോറി പറയാം, ഒരാളോട് നിങ്ങൾക്ക് നന്ദി പറയാം, ഇതായിരുന്നു ആക്ടിവിറ്റി. അതിൽ അനുമോള് സോറി പറഞ്ഞത് രേണുവിനോടാണ്. ഈ രേണുവിൻ്റെ ഹൈജീനെ കുറിച്ചൊക്കെ സംസാരിച്ച വിഷയത്തിൽ അനുമോള് രേണുവിനോട് സോറി പറഞ്ഞു. താങ്ക്സ് പറഞ്ഞത് ആദിലയോടാണ്. അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ നിന്ന 2 വ്യക്തികൾ, ആദിലയും നൂറയും. അതുകൊണ്ട് അതിനകത്ത് ആദിലയോടും നൂറയോടും താങ്ക്സ് പറഞ്ഞു. പക്ഷേ ആദില വന്നിട്ട് സംസാരിച്ചത് സോറി പറഞ്ഞത് ആര്യനോടാണ്. ആ ആര്യൻ നൂറയുടെ വയറ് നോക്കിയിട്ട് ആക്കിയൊരു സംഭവം പറഞ്ഞല്ലോ, അതിനാണ് സോറി പറഞ്ഞത്. താങ്ക്സ് പറഞ്ഞത് അനുമോളോടാണ്. അത് പക്ഷേ ഒട്ടും നല്ല ഇൻറ്റൻഷനോടെ അല്ലായിരുന്നു. ഉള്ളിലുള്ള ഗ്രഡ്ജ് മുഴുവൻ അവിടെ ആദില പറയുകയുണ്ടായി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തിറങ്ങിയാൽ സൗഹൃദം പാടില്ല എന്ന് പഠിപ്പിച്ചത് അനുമോളാണ്. എങ്ങനെ ഒരാളിൽ നിന്നും മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാം എന്ന് പഠിപ്പിച്ചത് അനുമോളാണ്. അതിന് അതിൽ പറയുന്നത് അനുമോൾ എന്നെ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അവരിപ്പോൾ ഗെയിമേഴ്സ് അല്ല, അവരിപ്പോൾ അവിടുത്തെ ഗസ്റ്റുകളാണ്. പക്ഷെ അവരുടെയൊക്കെ ധാരണ, അവരുടെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അവരാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസ്. ഈ കളി ഇവർ പണ്ട് കളിച്ചിരുന്നെങ്കിൽ, അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ പലരും ഈ ടോപ്പ് 5 വരുമായിരുന്നു. പക്ഷേ അത് കളിക്കാത്തതുകൊണ്ടാണ് പുറത്ത് പോയെന്നുള്ളത് ആ മന്ദബുദ്ധികൾക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വൃത്തികെട്ടൊരു റീ എൻട്രി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 സീസണിലും അവിടെ എവിക്റ്റായി പോകുന്ന ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ആ ഹൗസിനകത്തൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഈ സീസണിൽ സന്തോഷമില്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. അതുവരെ ഹൗസിലില്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരാഴ്ച കൊണ്ട് ഹൗസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവരെല്ലാവരും കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു, അയാൾക്ക് നേരെ ആഞ്ഞടിക്കുന്നു, അതിനകത്ത് ഹൗസിലുള്ളവരും കൂടി അത് ഏറ്റുപിടിക്കുന്നു. ആ ഒരു ആഞ്ഞടിയാണ് അനുമോൾക്ക് വോട്ടുമായിട്ട് മാറിയിട്ടുള്ളത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അനുമോളുടെ PR എന്ന് പറയുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് പോയ ഈ വ്യക്തികളാണ്. ഇവരാരും തന്നെ പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞു പോയ എപ്പിസോഡുകൾ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പിസോഡുകൾ കണ്ടെങ്കിൽ അവർക്ക് അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാവുമായിരുന്നു. ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, സരിക ആയിക്കോട്ടെ. സരികയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാരദൻ്റെ പണിയാണ് ചെയ്യുന്നത്. നാരദൻ്റെയും ശകുനിയുടെയും പണിയാണ് സരികയും ശാരികയും കൂടി ചെയ്യുന്നത്. അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണെന്ന്, പോയി പറയ്, നീ പറയാതെ പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബിഗ് ബോസ് ഒരു റീ എൻട്രി വെക്കുന്നത് തന്നെ ആ ഹൗസിൽ നിന്നിരുന്ന സമയത്ത് ഇവർ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഒരു റീ എൻട്രി കൊടുക്കുന്നത്. അത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്ത കുറച്ച് പേരെന്ന് പറയുന്നത്, ഒന്ന് ലക്ഷ്മി, ഒന്ന് അഭിലാഷ്, ഒന്ന് ഒനീൽ, മസ്താനി, ജിഷിൻ, പ്രവീൺ, സാബുമാൻ പിന്നെ ഇപ്പോഴും അവിടെ എവിടെയും ഒന്നും അങ്ങനെ കാണുന്നില്ല. പ്രവീണിനെയും ഒരുപാടൊന്നും കാണുന്നില്ല, കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ മസ്താനിയുടെ കാര്യം പറയുവാണെങ്കിൽ, മസ്താനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ എടുത്താൽ പുറത്ത് നെഗറ്റീവ് ആവുന്നുള്ളത്. പക്ഷേ എന്നിട്ട് പോലും മസ്താനയുടെ നാവിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബിൻസിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതുപോലും ഇപ്പോൾ പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. കാരണം പോസിറ്റീവായിട്ട് മാറാനുള്ള കാരണം ബിൻസിയുടെ അവിടെ കാണിക്കുന്ന ഷോയാണ്. ബിൻസി ആവശ്യമില്ല, ബിൻസി കാണുന്നവരെല്ലാം അടിക്കാനും അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് മലമറിച്ചാനേ എന്നുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബിൻസി ഷാനവാസിൻ്റെ അടുത്തേക്ക് പോകാത്തത്? അനുമോളോട് പോയി ബിൻസി ചൂടാവുന്നുണ്ട്. അനുമോളെ ഇത് പറഞ്ഞു ബിൻസി റേസ് ആവുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ബിൻസിനെ അപ്പാനയുടെ വിഷയമൊക്കെ അത്രയും കോലാഹലം അല്ലെങ്കിൽ കോളുകളൊക്കെ ഉണ്ടാക്കിയത് ശൈത്യമാണ്. പക്ഷേ അത് അനുമോളുടെ തലയിൽ വന്നു. ഞാൻ എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, അനുമോൾ ഇത്രയധികം ഹെയ്റ്റ് വാങ്ങാൻ ഉള്ളൊരു പണിയൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൂട്ടുപ്രതികളായിട്ടുള്ള 3 പേരുണ്ട്. അപ്പോൾ ഈ 3 പേരെ വെറുതെ വിട്ടിട്ട് അനുമോളെ മാത്രം ക്രൂശിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അനുമോൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിയത്. അല്ലാണ്ട് എനിക്ക് അനുമോളോട് പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അനുമോൾ ചെയ്യുന്ന എല്ലാം ഞാൻ അംഗീകരിക്കുന്നുമില്ല. അവിടെ തെറ്റുകൾ അനുമോളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾ കൂടെ ചെയ്ത വ്യക്തികളെ ഗ്ലോറിഫൈ ചെയ്ത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ആൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. മസ്താനിക്ക് പോസിറ്റീവ് ആവുള്ള കാരണം ബിൻസി അവിടെ കാണിച്ചു കൂട്ടുന്ന ഷോ ഓഫ് ആണ്, ആവശ്യമില്ലാതെ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, പുറത്തിറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഹെയ്റ്റ് എത്രമാത്രമാണോ അതിൻ്റെ 100 ഇരട്ടി ഇപ്പോൾ ഹെയ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അത് ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല.
ഇവർ വിചാരിച്ചു ഇവരവിടെ കാണിക്കുന്നതെല്ലാം ഭയങ്കര മാസമാണ്, ഭയങ്കര പോസിറ്റീവായിട്ടാണ് പുറത്തേക്ക് പോകുന്നതാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ അത് അട്ടർ നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകുന്നത്. ഇത് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച് ഈ പറയുന്ന ആദില ഇത്രയും കാര്യങ്ങൾ അനുമോളെക്കുറിച്ച് സംസാരിച്ചു, താങ്ക്സ് പറയുന്ന രൂപയാണ് കുത്തുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ ഷാനവാസിനും നൂറയ്ക്കും വിഷമമായി. കാര്യം തലേദിവസം രാത്രിയിൽ സംസാരിച്ച് എല്ലാം ഒരുവിധം കോംപ്രമൈസ് ആയി പോയതാണ്. പിന്നെയും എന്തിനാണ് ഈ വിഷയം എടുത്തിടുന്നതെന്നാണ് ഷാനവാസ് ചിന്തിച്ചത്. അതിനുശേഷം ഷാനവാസ് ഇവരോട് സംസാരിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു അടുപ്പം കാണിക്കുന്നില്ല. അനുവിനോട് വന്നൊരു സോറി പറയുന്നതായി. ഇത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഇവരുടെ പഴയ കാര്യങ്ങൾ, ഇവരുടെ സൗഹൃദം, ഇവരുടെ ഫൈറ്റ്, ഇവരുടെ ആർഗ്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ബിഗ് ബോസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ജോയിൻ്റ് ആവുന്നു, വേർപിരിയുന്നു, ജോയിൻ്റ് ആവുന്നു, വേർപിരിയുന്നു. എന്തെങ്കിലും ഈ പട്ടാ ഗേൾസിനെ കുറിച്ചുള്ള ഒരു സംഭവം കാണിക്കുവാണെങ്കിൽ ഇവർ ഉടനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മാറി ഇരുന്നിട്ട് കുറ്റം പറയുന്നു. ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മുഴുവൻ കണ്ടത്. ഇവരുടെ സൗഹൃദ സമയങ്ങൾ കാണിച്ച വീഡിയോ കണ്ടതിന് ശേഷം പട്ടാ ഗേൾസ് ഒന്നിക്കുന്നു. ആദില, ശൈത്യ, നൂറ, അനുമോൾ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നു. എന്നിടെ കൂടെ ആര്യൻ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ 4 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ആ രംഗം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നു പറയുന്നത് ശൈത്യയും അനുമോളും തമ്മിൽ സംസാരിക്കുന്നതാണ്. ശൈത്യ അവിടെ അനുമോളുടെ PR കാരണമാണ് തനിക്ക് നാട്ടിൽ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്നത്, അനുമോളുടെ PR ആൾക്കാർ വന്നിട്ട് എന്നെ മോശം പറയുന്നു, എൻ്റെ വീട്ടുകാരെ മോശം പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ സംസാരിക്കുന്നു. ഞാൻ നിന്നെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടില്ല. ഈ പുറകിൽ നിന്ന് കുത്തിയത് ഒക്കെ കാണുന്നത് നാട്ടുകാരല്ലേ. ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയൊരു കാര്യം, അവരുടെ വിചാരം അവർ മത്സരിക്കുന്നത് സഹ മത്സരാർത്ഥികളോടാണ് എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ബിഗ് ബോസിൽ അവർ സംസാരിക്കുന്നത് ജനങ്ങളോടാണ്, മത്സരാർത്ഥികളോടാണ് പ്രത്യക്ഷത്തിലെങ്കിലും പരോക്ഷമായിട്ട് ജനങ്ങളോടാണ് ഓരോ കണ്ടസ്റ്റൻറ്റും മത്സരിക്കുന്നത്. ജനങ്ങൾക്കാണ് ബോധ്യമാവേണ്ടത്. എങ്ങനെയാണ് സാബുമാൻ അവിടെ എത്രയും നാൾ നിന്നത്? സാബുമാൻ എങ്ങനെയാണ് വോട്ട് കിട്ടിയത്? ജനങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ സാബുമാൻ സാധിച്ചു. ശൈത്യക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നില്ല? ശൈത്യ തന്നെ പറയുന്നുണ്ട് ശൈത്യയുടെ PR-ഉം അനുമോളുടെ PR-ഉം ഒന്നാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അനുമോൾ അവിടെ നിൽക്കുന്നു, ശൈത്യ പുറത്തായി? ചിന്തിക്കുക. അനുമോൾക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ശൈത്യക്ക് അത് പറ്റിയില്ല. ഇതാണ് റീസൺ. ഇത് ഈ ശൈത്യം എന്ന് മനസ്സിലാക്കുന്നോ അന്നേ ആ കുട്ടിയുടെ ഈ കരച്ചിൽ മാറത്തുള്ളൂ. ഇന്നലെ അവിടെ നിന്ന് ഭയങ്കര നിലവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും തെറി പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം പല വീഡിയോകൾ ഇവരുടെ കണ്ടിട്ടുണ്ട്. ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നേരിട്ടത് മസ്താനിയാണ്. അത് മസ്താനയുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ കഴിഞ്ഞ ഒരു മാസം മസ്താനി പുറത്തിറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മസ്താനയുടെ ഒരുപാട് വീഡിയോകളോ ഒന്നും വന്നിട്ടില്ല. ശരിക്കും സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തി പുറത്തൊരു വാക്ക് സംസാരിക്കാൻ ഒന്ന് പേടിക്കും, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കും, ഞാൻ പറഞ്ഞാൽ അത് ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കും. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ബിൻസിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ഫുൾ യാത്രകളായിരുന്നു. ശൈത്യം ഇറങ്ങിയിട്ട് ഫുൾ യാത്രകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും എപ്പിസോഡ് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇതാണ് സത്യം. ശൈത്യയുടെ അമ്മ പുറത്ത് വന്നിട്ട് ഇപ്പോഴും പറയുന്നുണ്ട് PR-ന് എതിരെ സംസാരിക്കുന്നുണ്ട്. ഇത് സംസാരിക്കാനുള്ള അവർക്ക് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും സംസാരിക്കാൻ തോന്നില്ല. സംസാരിച്ചാൽ അതായത് നമുക്ക് വീണ്ടും വീണ്ടും ചീത്തപ്പേര് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുമോ? സോഷ്യൽ മീഡിയ ആണ്, ആൾക്കാർ പല രീതിയിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും തെറി കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ സൈബർ ബുള്ളിങ് നേരിടുന്നു എന്ന് പറയുന്നത് വെറും എന്താ പറയുക, ജൽപ്പനം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശൈത്യ ചെയ്തു വെച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പുറത്ത് ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങളാണ് കമൻറ്റുകൾ ചെയ്യുന്നത്. കട്ടപ്പയെന്നും വിഷമെന്നും പാമ്പെന്നൊക്കെ വിളിക്കുന്ന ജനങ്ങളാണ്. അതിന് PR-ൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കത് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. അനുമോൾക്ക് PR ഉണ്ടോ PR ഇല്ല ഇതല്ല നമ്മുടെ വിഷയം. ചിലപ്പോൾ PR ഉണ്ടായിരിക്കാം, ചിലപ്പോൾ PR ഇല്ലായിരിക്കാം. PR കൊടുത്തേക്കുന്നത് അനുമോൾ മാത്രമല്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും PR ഉണ്ട്. അനുമോൾക്കുണ്ട്, ഷാനവാസിനുണ്ട്, അനീഷിനുണ്ട്, അക്ബറിനുണ്ട്, ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ട്. നെവിനും മാത്രം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നെവിൻ ഒഴികെ ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെവിൻ കപ്പടിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. കാരണം 100 ദിവസം വിതൗട്ട് PR, ഒരു PR-നെയും സപ്പോർട്ട് ഇല്ലാതെ ഒരു വ്യക്തി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ക്വാളിറ്റി തന്നെയാണ്. അയാൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസിനോടും എനിക്ക് യോജിപ്പില്ല. ആ വെള്ളം എടുത്ത് ഒഴിച്ചതിനോടും ആ പാലെടുത്തെറിഞ്ഞതിനോടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അയാളൊരു എൻ്റർടൈനർ ആയിരുന്നു. നെവിനെ സ്ക്രീനിൽ കാണുമ്പോൾ, നെവിൻ്റെ ഓരോ ആക്ട് കാണുമ്പോൾ നമുക്ക് ചിരികൾ വരുമായിരുന്നു. നെവിൻ ആൾക്കാരെ അവിടെ കൺവിൻസ് ചെയ്തത് അവൻ്റെ ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ്. കുഞ്ഞു കുഞ്ഞു മോഷണങ്ങൾ, അതൊക്കെ അതിനോടൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. പക്ഷെ അതൊക്കെ ഒരു ഫണ്ണായിട്ടാണ് മാറുന്നുണ്ട്. പക്ഷെ ഇവർ കാണിച്ചത് എന്താണ്? ഇവർ ബാക്ക് സ്റ്റാബ് ചെയ്യാണ് ചെയ്തത്. സൗഹൃദം എന്ന പേരിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് തെറ്റിയപ്പുറനെ വിളിച്ചു പറയുകയാണ്, ഇതാണ് സൗഹൃദം. എന്നിട്ടും പറയുകയാണ് ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ് ജനങ്ങൾ പുറത്തുനിന്ന് കുത്തി പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ച് ചോദിക്കുന്നത്. ഈ ജനങ്ങൾ തിരിച്ച് ചോദിക്കുമ്പോൾ ആ ചോദിക്കാനുണ്ടായ കാരണം എന്താണ് എന്നിവർ ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്? എപ്പിസോഡ് കണ്ടിട്ടില്ല. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ മീഡിയ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടോ? ഞാൻ കണ്ടില്ല. അത് കണ്ടാൽ എനിക്ക് വിഷമം വരും. ഞാൻ കണ്ടില്ല. കണ്ടാൽ മാത്രമേ നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഹൗസിൽ പോയിട്ട് ഇമ്മാതിരി തോന്നിയ വാസങ്ങൾ കാണിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഈ പറയുന്ന ആൾക്കാർക്ക്, അനുമോൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു വിചാരം അവർ ഔട്ടാവാൻ കാരണം അനുമോളാണ്, അനുമോള് കാരണമാണ് അവർ ഔട്ടായത്. പക്ഷേ അനുമോളുടെ PR എന്ന് പറയുന്ന വിനു പറയുന്നുണ്ട്, ശൈത്യയുടെ പേജും ശൈത്യയുടെ കാര്യങ്ങളൊക്കെ ഒരു മാസം ഹാൻഡിൽ ചെയ്തിരുന്നത് വിനുവായിരുന്നു. 36 ദിവസം ശൈത്യ ഹൗസിൽ നിന്നു. ശൈത്യ ഔട്ടാവേണ്ട ആ വീക്കിൽ ഔട്ടായത് ബിൻസി ആയിരുന്നു എന്ന് പറയുന്നു. എങ്ങനെ ശൈത്യ പിടിച്ചു വന്നു? വോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടാണെന്നും പറയുന്നു. പ്രോപ്പറായിട്ട് PR ചെയ്തേക്കുന്ന ആരാണ്? വോട്ട് മറിച്ചുൾപ്പെടെ PR ചെയ്ത് നിന്നത് ആരാണ്? ശൈത്യയാണ്. അതേ ശൈത്യ തന്നെ മറ്റൊരാളെ ചൂണ്ടിയിട്ട് നീ PR കൊടുത്തല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ നീ PR-ന്റെ ബേസിലല്ലേ നിൽക്കുന്നത്, നിന്റെ PR വന്ന് എന്നെ ചീത്ത പറയുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് വിനു മാത്രമല്ല പറഞ്ഞത്, PR കൊടുത്തിട്ടുണ്ടെന്ന് ശൈത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ PR തന്നെയാണ് എൻ്റെയും PR എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര ബോധമുണ്ട് ഇവർക്ക്. അനുമോൾക്കും ബോധമില്ല, അനുമോൾക്കും ബോധമുണ്ടെന്ന് ഞാൻ പറയില്ല. ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയേണ്ടത് മാത്രമേ പറയാവൂ, സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാവൂ. അല്ലാണ്ട് എല്ലാം അങ്ങ് തുറന്ന് പുസ്തകമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരച്ചിട്ടിട്ട് പോകും. അതാണ് ഇപ്പം ബിഗ് ബോസിൽ സംഭവിച്ചത്. ഇങ്ങനെ ഈ പട്ടാ ഗേൾസ് ഒരുമിക്കുന്നു വേർപിരിയുന്നു. അതിനുശേഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിരുന്നു. ആ എവിക്ഷനിൽ ആദില പുറത്ത് പോകുന്നു. ഈ പുറത്ത് പോകുന്ന സമയത്ത് പോലും ആ നിമിഷത്തിന് തൊട്ട് മുൻപ് പോലും ഇവർ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞിട്ട് പട്ടാ ഗേൾസ് ഒന്നിച്ചെന്ന് പറഞ്ഞ് ഹൗസിനകത്ത് ഒരു ആഘോഷം നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിക്ഷൻ കഴിഞ്ഞ് ആദില പുറത്തേക്ക് പോകുന്നതിന് മുൻപ് നൂറേനെ കെട്ടിപ്പിടിച്ച് ചോദിക്കുകയാണ്, ഞാൻ പൊട്ടിക്കട്ടെ, അവൾക്കെതിരെയുള്ള ആ ആയുധം ഞാൻ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്ത് നിലപാടാണ് ഉള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ തോന്നിവാസങ്ങൾക്കും കൂടെ നിന്നിട്ട് ഒടുവിൽ നീ മാത്രമാണ് കുറ്റക്കാരി, നമ്മളെല്ലാം മാലാഖമാരാണ്, ഗ്ലോറിഫൈ ചെയ്യാണ്. അവിടെയാണ് അനുമോൾക്ക് ഇത്രയധികം ജനപിന്തുണ കിട്ടുന്നത്. അവിടെയാണ് അനുമോളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾക്ക് PR വന്ന് കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം എന്താണ്? അനുമോൾ കപ്പടിച്ചാൽ മാത്രമേ ഈ പറയുന്ന ടീമുകളുടെ കണ്ണ് തള്ളത്തുള്ളൂ. ഇത് അസൂയ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരുതരം കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറഞ്ഞതിൻ്റെ പേരിലോ എനിക്ക് തോന്നുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് അനുമോള് കപ്പടിക്കണമെന്ന് പറഞ്ഞത് തോന്നുന്നതിൻ്റെ പേരിലോ നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആരാണോ ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. ഒരാൾ പറയുന്നതിൻ്റെ പേരിൽ ആ പറയുന്ന കേട്ടല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നണം ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ശരിയുണ്ട്, ജെന്യൂനായിട്ട് നിൽക്കുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക. അത് ആർക്കായാലും ആര് കപ്പടിച്ചാലും നമ്മുടെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആദില എവിക്റ്റായി പോയതിന് ശേഷം അനുമോള് ഇവരെക്കുറിച്ച് ഇതുവരെ മോശമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ ഷാനവാസിനോട് ആദിലയെക്കുറിച്ച്, ആദിലയുടെ ക്യാരക്ടറിനെ കുറിച്ച്, അതായത് ആദില പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ആദില അനുമോളും നൂറയ്ക്ക് ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊന്നും അല്ല അനുമോൾ സംസാരിക്കുന്നത്. അനുമോളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. അനുമോൾ ഇന്നേ വരെയും ശൈത്യയോ ആദിലയോ നൂറയോ അനുമോളോട് സംസാരിച്ച കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. ഇവരോട് പിണങ്ങുമ്പോഴായിക്കോട്ടെ, ഇവരുടെ ഇണങ്ങിയിരിക്കുമ്പോഴായിക്കോട്ടെ പുറത്ത് പോയി സംസാരിച്ചിട്ടേ ഇല്ല. ഇന്നലെയും ലക്ഷ്മി ഒരു സ്റ്റാൻഡേർഡുള്ള അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും സ്റ്റാൻഡേർഡായിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്കുള്ളിലുണ്ടായിരുന്ന എന്തെങ്കിലും 1% ഹെയ്റ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോസിറ്റീവായിട്ടുണ്ട്. നൂറ് രാത്രി പോയിട്ട് അക്ബറിനോട് ഈ അനുമോള് ആദിലോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം, ചാനലിൽ നിന്ന് വരെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ആദിലോട് അനുമോള് പറഞ്ഞു എന്നുള്ള കാര്യം നൂറ അക്ബറിനോട് പോയി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, ഇവൾ എന്ത് പരിപാടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദിലയ്ക്കും നൂറയ്ക്കും പോലും അക്ബറിനോട് ദേഷ്യമുള്ള സമയമാണ്, ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നൂറ പറയുന്നു, അവൾ ഇത് മാത്രമല്ല പറഞ്ഞു, വേറെ പലതും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അവിടെ എന്ത് സ്റ്റാൻഡാണ് ഇവർക്കുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.